ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എണ്ണയും മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാരയും നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദ നമുക്ക് അരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഈ മുട്ടയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കേക്ക് ബാറ്റർ കിട്ടുന്നത്. കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള രീതിക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 2 സ്പൂൺ അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊന്നാക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ബാറ്ററിനുള്ളിൽ എയർ ബബിളൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കടായിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് 30 മുതൽ ഒരു 35 മിനിറ്റ് വരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് 35 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.